മമ്മൂക്കയുടെ ലൈനപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി മമ്മൂക്കയുടെ വരാനിരിക്കുന്ന പ്രൊജക്റ്റിനെ പറ്റിയൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. പക്ഷേ അതിനുശേഷം വീണ്ടും കുറേ പ്രൊജക്ട്സ് കയറി വന്നിട്ടുണ്ട്. ഇന്നെല്ലാം നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് വേട്ടാം. ആദ്യത്തെ പടം ചത്താപ്പച്ച. അദ്വൈത് നായർ സംവിധാനം ചെയ്ത അർജുൻ അശോകൻ, ഇശാൻ ഷൗക്കത്ത്, വിശാഖ് നായർ, റോഷൻ മാത്യു എന്നിവർ കേന്ദ്ര കഥാപാത്രമായി ഈ വരുന്ന ജനുവരി 22 റിലീസ് ചെയ്യാൻ പോകുന്ന റെസ്ലിംഗ് പടമാണ് ചത്താപ്പച്ച. സിനിമയിൽ മമ്മൂക്ക ഒരു ഗസ്റ്റായിട്ട്, അതായത് ഗസ്റ്റ് റോൾ, ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. ഒരു കോച്ചായിട്ടാണ്. ക്ലൈമാക്സിലായിരിക്കും മമ്മൂക്ക എത്തുക. ക്യാപ്റ്റൻ ഓഫ് കൊച്ചി മാനിയ. കത്ത് മക്കളെ. ഷിയാൻ ഷൗക്കത്താണ് സിനിമയുടെ നിർമ്മാണം. മ്യൂസിക് ചെയ്യുന്ന നമ്മുടെ ശങ്കർ എഹ്സാൻ ലോയും നമ്മുടെ മുജീബ് മജീദും കൂടിയിട്ടാണ്. വരട്ടെ, ട്രെയിലർ 15 വരുന്നുണ്ട് കേട്ടോ. ജനുവരി 15 എന്തായാലും കട്ട വെയിറ്റിംഗാണ് പടത്തിന് വേണ്ടിയിട്ട്. അടുത്തത് മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ പടം. അടൂർ ഗോപാലകൃഷ്ണൻ വീണ്ടും ഒരു മമ്മൂക്ക പടമായി വരുന്നു. സിനിമയുടെ ഷൂട്ട് ഫെബ്രുവരിയിൽ തുടങ്ങും. മമ്മൂക്കയ്ക്ക് 25 ദിവസത്തെ ഡേറ്റ് ഇട്ടേ ഉള്ളൂ. പടം വേഗം തീരും. ഈ കൊല്ലം തന്നെ പടം റിലീസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ രണ്ടിടങ്ങഴി എന്നൊരു നോവലുണ്ട് നമ്മുടെ തകഴിയുടെ. എനിക്ക് 10ലെട്ട് തോന്നുന്നു മലയാളത്തിലുണ്ടായിരുന്നു ഈ പാഠം. നൊസ്റ്റാൾജിയ വരുന്നുണ്ട്. സംഭവം കഴിഞ്ഞ കൊല്ലമായിരുന്നു ഞാൻ 10ലുണ്ടായിരുന്നത്. പോട്ടെ. രണ്ടിടങ്ങഴി എന്നൊരു നോവൽ ആസ്പദമാക്കിയിട്ടുള്ള പരിപാടിയാണ് സിനിമയിൽ. നയൻതാരയൊക്കെയാണ് സിനിമയിൽ നായികയായിട്ട് വരുന്ന റൂമേഴ്സ് ഉണ്ട്. പിന്നെ മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ പോകുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിധേയൻ എന്നൊരൊറ്റ പടം മതി ആ ലെവൽ എത്ര മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അടുത്ത പടം രഞ്ജിത്ത് സംവിധാനം ചെയ്ത് നമ്മുടെ പ്രകാശ് വർമ്മ, നമ്മുടെ ജോർജ് സാർ നായകനാകുന്ന പടമാണ്. പടത്തിൻ്റെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടത്തിൽ മമ്മൂക്കയുടെ ഒരു ഗസ്റ്റ് റോളുണ്ട്, ഒരു ക്യാമിയോ റോളുണ്ട്. വെറും ഒരു ക്യാമിയോ അല്ല, നമ്മുടെ ബ്ലാക്കിലെ കരിക്കമുറി ഷൺമുഖനായിട്ടാണ് നമ്മുടെ മമ്മൂക്ക ഈ പടത്തിലെത്തുക. എന്തായാലും കിട്ടില്ല സാധനമായിരിക്കും. മമ്മൂക്കയുടെ പോർഷൻസൊക്കെ തീർത്തിട്ടുണ്ട്. വെറും 3-4 ദിവസം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു മുതലാവട്ടോ. വരട്ടെ. അടുത്ത പടം മമ്മൂക്ക നിധി സഹദേവ് സിനിമ. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരിക്കുന്ന രണ്ടാമത്തെ പടം. ഇനി ഇവിടെ വരാൻ പോകുന്ന രണ്ടാമത്തെ പടം അതാണ്. ആദ്യത്തെ പടം ഞാൻ വഴിയേ പറയാം. ഏതായാലും കത്തിയിട്ടുണ്ടാവും എല്ലാവർക്കും കേട്ടോ. നമുക്ക് നിധി സഹദേവ് പടത്തിലേക്ക് വന്ന ഒരു പക്ക ലോക്കൽ ഗ്യാങ്സ്റ്റർ പടമാണ് നമുക്ക് നിധി സഹദേവ് പടം. ഇതിനാണ് കാത്തിരിക്കണം. മിക്കവരും ഇതിനാണ് കാത്തിരിക്കണത്. അതൊരു പടം തന്നെ ആയിരിക്കും കേട്ടോ. നമ്മുടെ രാജമാണിക്യ ലെവലൊരു പടമായിരിക്കും. കേരള തമിഴ്നാട് ബോർഡറിൽ ഒരു ലോക്കൽ ഗുണ്ടയാണ് പടത്തിൽ മമ്മൂക്ക എത്തുന്നത്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. സിനിമയിൽ മ്യൂസിക് ചെയ്യുന്ന നമ്മുടെ വിഷ്ണു വിചാരിക്കും, നമ്മുടെ പ്രേമലൂലൊക്കെ മ്യൂസിക് ചെയ്ത്, നമ്മുടെ തല്ലമഴയിലൊക്കെ മ്യൂസിക് ചെയ്ത് ആ പുള്ളിയായിരിക്കും. നിർമ്മാണം നമ്മുടെ മമ്മൂക്ക കമ്പനിക്ക് വേണ്ടി മമ്മൂക്ക തന്നെയാണ്. മാർച്ചിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങും. ഇതിൽ അവസാനത്തോടുകൂടി ചിലപ്പോൾ പടം ഉണ്ടാവും. അതൊക്കെ പടപടയും തീർത്തു പോവും. ഇതൊക്കെ അഴിഞ്ഞാട്ടായിരിക്കും. അതായത് ഇങ്ങനത്തെ ഐറ്റംസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇക്കൊല്ലം വെടിപ്പായിട്ട് ഇതേപോലത്തെ ഒരുപാട് പടങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതിലും മമ്മൂക്കയുടെ അതിനും പഴയ കിട്ടിലും പാട്ടിട്ട് ഒരു ഫൈറ്റ് കൂടി ഉണ്ടെങ്കിൽ ആ തിയേറ്റർ നിന്ന് കത്തും. എന്തായാലും സിനിമ ഒഫീഷ്യൽ ടൈറ്റിലൊക്കെ ഉടൻ പുറത്ത് വരും. സിനിമയുടെ ഷൂട്ടിന് മുമ്പ് തന്നെ പുറത്ത് വരും. നമുക്ക് അടുത്ത മാസമൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം. എന്തായാലും വരട്ടെ. അടുത്ത പടം പാട്രിയോട്ട്. മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര അവർ അങ്ങനെ കുറേ പേര് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന പടമാണ് പാട്രിയോട്ട്. ആൻഡ് ജോസഫാണ് സിനിമയുടെ നിർമ്മാണം. സ്പൈ ത്രില്ലർ പടമാണ്. ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് സിനിമയുടെ ഒരു സെക്കൻഡ് ടീസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടൻ പുറത്ത് വരും. സിനിമ സമ്മർ ടൈമിൽ റിലീസാണ്. നമ്മുടെ ഏപ്രിൽ മാസം എന്തായാലും സിനിമയ്ക്ക് റിലീസ് ഉണ്ടായിരിക്കും. നല്ല പ്രതീക്ഷയുള്ളൊരു പടമാണ്. സുഷിൻ ശ്യാമാണ് സിനിമയുടെ മ്യൂസിക്. പക്ഷെ വേണ്ട ഇതിലൊരു പടം ഒരു പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നൊറ്റ പ്രശ്നമേ ഉള്ളൂ. അതിലിപ്പോൾ പടം പാളിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. നല്ലൊരു പടമായി വരട്ടെ. അടുത്ത പടം ഇസ് ദ എവർഗ്രീൻ. അതായത് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കൊടുമുടി കയറി നിൽക്കുന്ന പടം. ഒന്നും ആയിട്ടില്ല. എന്നിട്ട് പോലും ഹൈപ്പ് കൊടുമുടിയിലാണ്. മറ്റേതല്ല മമ്മൂക്ക, ഖാലിദ് റഹ്മാൻ, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് പടം. പറയണ്ടല്ലോ, വലിയ പടമാണ്. 100-150 കോടി രൂപയോളം ബഡ്ജറ്റിലാണ് പടം വരുന്നത്. മമ്മൂക്ക നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് വരാൻ പോകുന്ന ആ പടം. ഒക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരും. മമ്മൂക്കയുടെ വരാനിരിക്കുന്ന പടങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന പടം, എക്സ്പെഷ്യലി ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പടം ഇത് തന്നെയാണ്. ലെജൻഡ് മാർക്കോയ്ക്കും ഇപ്പോൾ ഇതാ കാട്ടാളിനും ശേഷം വരുന്ന ക്യൂബ്സ് പടം. ട്രിബ്യൂട്ട് ടു ബിഗ്. വലിയ പരിപാടിയാണ്. മമ്മൂക്കയെ കൂടാത്ത പടത്തിൽ നെസ്ലിൻ, ജോജു ജോർജ്, ആസിഫ് അലി, സൗബിനൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വലിയ സ്റ്റാർസ് സിനിമയിൽ വേറെയും കാണും. പിന്നെ നമ്മുടെ OG തമനസ്സാണ് പടത്തിൽ മ്യൂസിക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ആ മോജിയിൽ കണ്ടില്ല, പുള്ളി കത്തിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളി പെഡാക്കി തരും. 2026 പകുതിയോടുകൂടി പരിപാടികളൊക്കെ ആരംഭിക്കും. കാട്ടാള റിലീസായി അപ്പം തുടങ്ങും ഇതിൻ്റെ പരിപാടികൾ. അമ്പം പടമായിട്ട് ഒരു പക്ക ഗ്യാങ്സ്റ്ററായിട്ടാണ് പടത്തിൽ മമ്മൂക്ക വരുന്നത്. കൂടെ പലരും ഉണ്ട്, അതിപ്പോൾ പറയാൻ കഴിയില്ല. അതാണ്. ഓക്കെ. അടുത്ത പടം കണ്ണൂർ സ്ക്വാഡാണ്. കണ്ണൂർ സ്ക്വാഡ് 2 ആണ്. പറയണ്ടല്ലോ, കഞ്ഞ പ്രതീക്ഷിച്ച് പോയി ബിരിയാണി ഇട്ടിയ പടമായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. 2023 വലിയ ഹിറ്റായിരുന്നു പടം. മമ്മൂക്കയുടെ ഹൈയസ്റ്റ് ഗ്രോസറിലുള്ള പടമാണ്. 2ാം സ്ഥാനത്തുള്ള പടമാണ്. 75 കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്തു. ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു പടം. ഇപ്പോഴത്തെ ആ പടത്തിൻ്റെ 2ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എനിക്ക് വയ്യ ലൈനപ്പ് എന്നൊക്കെ പറയാം. ലൈനപ്പ് എന്തായാലും 2027 നോക്കിയാൽ മതി പടം.
എന്തായാലും സാധനം വരട്ടെ, പക്ക വെയിറ്റിംഗ് തന്നെയാണ്. അടുത്ത് നമ്മുടെ എല്ലാവരും ഓൾ ടൈം ഫേവറേറ്റ് ലോക ചാപ്റ്റർ 2, അല്ലെങ്കിൽ ലോക എന്ന യൂണിവേഴ്സിലെ രണ്ടാമത്തെ സിനിമ, ചാത്തൻ്റെ കഥ പറയുന്ന പടം. ലോക യൂണിവേഴ്സിലെ രണ്ടാം പടമായ 2-ൽ മമ്മൂക്കയുടെ ഫേസ് റിവീലോട് കൂടിയിട്ടുള്ള സീൻസ് ഉണ്ടായിരിക്കും. പിന്നെ മമ്മൂക്കും നമ്മുടെ ദുൽഖറും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അച്ഛനെയും മകനെയും ഒരൊറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാം. നമുക്ക് വേറെ പരിപാടി എന്താ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സിനിമ ഡിസംബർ എന്നല്ല, ഈ ഒരു കൊല്ലം തന്നെ സ്റ്റാർട്ട് ചെയ്ത് 2027 ഓണം റിലീസൊക്കെ ആയിട്ടായിരിക്കും പടം വരിക എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കണത്. ഒരുപാട് അങ്ങോട്ട് വൈകാതെ വേഗം തന്നാൽ നന്നായിരുന്നു. വേഗം തന്നെ വർക്കൗട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തെടുക്കാമായിരുന്നു. എന്തായാലും ഗംഭീര പടമാവട്ടെ. മൂത്തോൻ്റെ കഴിഞ്ഞാട്ടായിരിക്കും പടത്തിൽ. ചാത്തൻ്റെ പറയേണ്ട ആവശ്യം, ചാത്തൻ്റെ കഥയാണല്ലോ അവിടെ. ഇപ്പോൾ ലോക ചാപ്റ്റർ 2-ൽ മമ്മൂക്ക ഒരു കേന്ദ്ര കഥാപാത്രം തന്നെയാണ്. ലോക യൂണിവേഴ്സിൽ തന്നെ കിങ്ങാണ് മമ്മൂക്ക. അപ്പോൾ ആ ഒരു പടം മമ്മൂക്കയുടെ അപ്കമിങ് ലിസ്റ്റിലുള്ള ഒരു പടമാണ്. നെക്സ്റ്റ് വൺ മമ്മൂക്ക ബേസിൽ ജോസഫ് പടം. ബേസിൽ അടുത്തായി സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒരു മമ്മൂക്ക പടമായിരിക്കും, കൺഫേംഡ് ആണ്. എന്തായാലും വരട്ടെ, വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. ഇതും ഒരു അടിപ്പടം തന്നെയാണ്. ആൻഡ് ഫൈനലി ടിനു പാപ്പച്ചൻ മമ്മൂക്ക പ്രൊജക്ട്, അടുത്തൊരു ഗ്യാങ്സ്റ്റർ പടം. മമ്മൂക്ക അമ്മിനെ നിർമ്മിച്ച് 2027 വർക്കൊക്കെ ആരംഭിക്കാൻ പോകുന്ന വേറൊരു ഗ്യാങ്സ്റ്റർ പടമാണ്. ഒരു പടത്തിന് റൂമേഴ്സൊക്കെ കുറേ ആയി വരുന്നു, പക്ഷെ ഇപ്പോഴാണ് പടം സെറ്റായി വന്നത്. എന്തായാലും ഐറ്റം ലോഡിങ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ തമിഴിൽ നമ്മുടെ ധനുഷിനൊപ്പമുള്ളൊരു പടം, മമ്മൂക്ക പടം. അത് കൺഫേംഡ് എന്നല്ല, എന്നാലും ഏകദേശം മമ്മൂക്ക എസ് പറഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ആ ഒരു പടമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലൈനപ്പ്. കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ ലെവല് സാധനങ്ങൾ തന്നെയല്ലേ. മമ്മൂക്കയുടെ സ്റ്റാർട്ട് അറിയിക്കാൻ പോണ മൊത്തലാണ്. ചത്താപ്പാച്ചിൽ നിന്ന് തുടങ്ങിയത് കിടക്കാണ് വലിയ വലിയ ഐറ്റംസ്. കൊല്ലം മമ്മൂക്ക തീർച്ചയായും 100-200 കോടിയൊക്കെ കാണും. ചിലപ്പോൾ ആ ലെവൽ കടന്ന് അതിനപ്പുറത്തേക്ക് പടം പോയാൽ അങ്ങനെ പോവുമെന്ന് നമ്മൾ നോക്കിയാൽ മതി. അല്ല, ഒക്കെ വെയിറ്റ് ലിസ്റ്റുള്ള പടമാണ്. അപ്പോൾ ഒന്നുകൂടി ചെയ്യണം തോന്നാം. നമ്മിട്ട സമയത്ത് ഇത്രയും കൺഫേംഡ് ആയിരുന്നില്ല പലത്. ഇപ്പം എല്ലാം ഓരോന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പെട്ടെന്ന് ഒരു സാഹചര്യമാണ് മമ്മൂക്കയുടെ ഒരു പടങ്ങൾ ഇങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കിട്ടില്ല സാധനങ്ങളാണ്. ഇക്കൊല്ലം മമ്മൂക്ക തൂക്കുന്ന ഒരു സംശയം വേണ്ട. ഞാൻ എന്നോട് കാത്തിരിക്കുന്ന മമ്മൂക്ക കാലിദ് റഹ്മാൻ പടമാണ്. പിന്നെ മമ്മൂക്ക നിധി സൗദേ സിനിമ പോലെയായിരിക്കും. ചത്താപ്പച്ചല ക്യാമിയോ. വെയിറ്റിംഗ് ആണ് മമ്മൂക്കന് ഇക്കൊല്ലത്തെ തൂക്കൽ കാണാൻ. അപ്പോൾ എന്തായാലും അടുത്തുള്ള കാണാം. ബൈ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.